guys, welcome back to our YouTube channel. Guys, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഞാൻ ഇന്നലെ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഒരു സാധനം കണ്ടുപിടിച്ചു. മൈ ഓട്ടോഗ്രാഫ് ബുക്ക്. അത് എന്നത്തെയാണെന്നറിയോ? എന്റെ 10ാം ക്ലാസ്സില്, അത് 2014. അതായത് ലിബ്രാസർ അസർ ആയിരുന്ന കാലത്ത് ഞാൻ ഭയങ്കര അസർ ഇന്ന് വൈകുന്നേരമാണ് വീട്ടിൽ നിന്ന് വന്നത്. അപ്പൊ ഇതും കൊണ്ടാ വന്നത്. ഞാൻ തുറന്നു നോക്കിയില്ല, കാരണം എനിക്ക് കാണാണ് ഇവന്റെ വർഷങ്ങളായിട്ട് ഇതുവരെ തുറന്നു നോക്കിയിട്ടില്ല. കാരണം നിങ്ങളുടെ മുമ്പിൽ തുറന്നു നോക്കുമ്പോഴേ നമുക്ക് ആ ഒരു റിയൽ ആ ജെന്യുവിൻ എക്സ്പ്രഷൻ കിട്ടത്തുള്ളൂ. സോ ഒരുപാട് കൂട്ടുകാരെ ചിലപ്പോ ഞാൻ ഇതുവരെ വീണ്ടും ഓർക്കാൻ പോകുന്നത്. അപ്പോ 2014, അതായത് ഇപ്പോ 12 വർഷം എന്തോ കഴിഞ്ഞു. 12 വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ ഓട്ടോഗ്രാഫ് ഇന്നലെ പൊടിതട്ടി എടുത്താണ്. സോ നമുക്കിനി അത് ഒട്ടും ലാഗ് എടുപ്പിക്കാതെ തന്നെ തുറക്കാം. ഈ വീഡിയോ എടുക്കുന്നത് തന്നെ രാത്രി 1 മണിക്ക്. ഓക്കെ ഗൈസ്, അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. പണ്ടത്തെ നിങ്ങൾക്കും നിങ്ങളുടെ ഓട്ടോ ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു നൊസ്റ്റു അടിക്കുകയായിരിക്കും. ഫ്രണ്ട് പേജ് തന്നെ ഗൈസ് പേരുണ്ട്, നിക് നെയിം അസറു KPS. എന്താണ് K, എന്താണ് P, എന്താണ് പറയൂ. എല്ലാരും വിളിക്കുമായിരുന്നു. KPS എന്തുവാ? KPS എന്തുവാന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തോ നിഗൂഢത ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവന്റെ ഏതോ എക്സ് ആണെന്ന് തോന്നുന്നത്. അതായത് ഇപ്പൊ ബോയ് ഫ്രണ്ട്സിനെ ഇങ്ങനെ കളിയാക്കുമല്ല, ആ പെണ്ണുങ്ങളുടെ പേര് വിളിച്ചൊക്കെ കളിയാക്കും തോന്നുന്നതാ. അന്ന് ഞാൻ ഭയങ്കര പഠിപ്പി ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ അടുത്ത് തന്നെ ഈ ആൾക്കാർ എന്നെ കളിയാക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ പേര് പറഞ്ഞാൽ നമ്മളെ കളിയാക്കുമ്പോൾ നമുക്കൊരു ഇതുണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ മറ്റേ കുഞ്ഞിക്കോണിന് വിമൽ കുമാർ എന്ന് വിളിക്കുന്നതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയ അക്ഷരങ്ങളാണ് തോന്നുന്നത് KPS. അല്ലാതെ എനിക്ക് ആരും ഓർമ്മ വരുന്നില്ല കേസ്. ഞാൻ സൺസെറ്റ് അല്ലേ, ഇതൊക്കെ ഭയങ്കര പണ്ടത്തെയാണ്. നിങ്ങൾക്ക് ഫ്രണ്ട് പേജ് എത്തി ഗൈസ്. ഫ്രണ്ട് പേജ് എന്ന് പറഞ്ഞാൽ എന്നെ പറ്റിയിട്ട് ഞാൻ തന്നെ എഴുതുന്ന ഓണേഴ്സ് ഓട്ടോഗ്രാഫ് ആണ്. നമുക്ക് വായിക്കാം. എഴുതിയിട്ടുണ്ട് കേട്ടോ, ഓണേഴ്സ് ഓട്ടോഗ്രാഫ്. ഹോം ഓഫ് ദ ബ്യൂട്ടിഫുൾ ഹോം ഇൻ ദ വേൾഡ് എന്നാണ് വിശേഷിപ്പിച്ചത്. പല ക്രിഞ്ച് ഡയലോഗുകൾ ഇതിനകത്തുനിന്ന് വായിക്കും. പാപ്പാട് ഉമ്മാട് എല്ലാവരുടെ പേരുണ്ട്. മൂവീസ് ഇഷ്ടം പണ്ട് മമ്മൂട്ടി. മൂവീസ് ഓഫ് അസർ. ഓ അന്നേ നിനക്ക് അഭിനയമായിരുന്നോടെ ഇഷ്ടം. അവൻ എഴുതിയിരിക്കുന്ന അവന്റെ ഫേവറേറ്റ് മൂവീസ് ഓഫ് അസർ. അതായത് അവൻ അഭിനയിക്കുന്ന സിനിമകളായിരിക്കും അവന്റെ ഫേവറേറ്റ്. മൂവീസ് ഓഫ് വിജയ് മമ്മൂട്ടി. അതൊക്കെ അസർ ഈസ് ആക്ടർ ആക്ട്രസും വിജയും കാജോളും. അത് ഇപ്പോഴും അത് തന്നെ. പിന്നെ സോങ്സ് യേശുദാസ്, ഡ്രസ്, കളേഴ്സ് ഒക്കെ അവിടെയും വിജയ്. തലപ്പതി ഫാനടാ. അടുത്തത് ഫ്രം മൈ ഹാർട്ട് ടു ഡിയർ ഫ്രണ്ട്സ്. എന്താണ് പറയാനുള്ളത് നോക്കാം ഫ്രണ്ട്സിന്റെ അടുത്ത്. ഡിയർ ഫ്രണ്ട്സ്, Diwali is noiseful. Pongal is sweetful. School is colorful. Love is Aprilful. But our friendship is beautiful. Pick up line. അതല്ല April Fool. True friends. ഞാൻ അടുത്തൊരു കോട്ടാണ്. True friends called like a dad, cares like a mom, teases like a sister, irritates like a brother, and finally loves you more than your lovers. എന്റെ പൊന്നേ, ഇതൊക്കെ എനിക്ക് ഓർക്കുമ്പോ എനിക്ക് എന്റെ 8ാം ക്ലാസ് 7ാം ക്ലാസ് ഒക്കെ ഓർമ്മ വരുന്നു. പണ്ടാരം ഒന്നും കാണത്തില്ല. കോട്ട് ഫ്രണ്ട്ഷിപ്പ് ഈസ് ലൈക്ക് സിമെന്റ് that will hold the world together. കൊള്ളാടാ. I wish you all my friends for getting full A+ in examination. 10/1/2014 എഴുതിയതാണ് കേട്ടോ ഇത്. അന്നത്തെ ഒപ്പ് നോക്കെ എന്റെ പൊന്നെ. സേവ് ഓക്കെ കേട്ടിരിക്കുന്നു സത്യം. അപ്പൊ നമുക്ക് ഓരോരുത്തരായിട്ട് എടുക്കാം. ഇങ്ങനെ പിടിച്ചു. ഫസ്റ്റ് ഫ്രണ്ട് ജെയിൻ തോമസ് ആണ്. നിക്നെയിം പൊക്കനോ? ഭയങ്കര പൊക്കമായിരുന്നു. അല്ലല്ല, എന്തിനാന്ന് പോലും അറിയാൻ വയ്യ പൊക്കൻ എന്നൊക്കെ വിളിക്കുന്നു. ഓഫ് അംബിഷൻ ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു. ഇപ്പൊ എന്തെടുക്കുന്ന അവൻ ഈ വീഡിയോ കാണുമെന്നതിൽ കമന്റ് ചെയ്യട്ടെ ഗൈസ്. ഇവന്റെ പഴയ ഫ്രണ്ട്സ് ഈ ലിസ്റ്റിലുണ്ടെങ്കിൽ അവരൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം. പിന്നെ നമുക്ക് ഭയങ്കര ക്ലോസ് അല്ലാത്ത, അതായത് ക്ലാസ്സിലുള്ള എല്ലാം ഇതിനകത്ത് കാണും. കാരണം നമുക്ക് എല്ലാവരെ കൊണ്ട് എഴുതിപ്പിക്കാൻ ഭയങ്കര ത്വരയില്ലേ. പുള്ളൊരു ക്രിക്കറ്റ് ഫാൻ ആണ്. ഇനി നമുക്ക് എന്താ എഴുതിയിരിക്കുന്നതെന്ന് വായിക്കാം. തെണ്ടീന്ന് എഴുതിയിട്ടുണ്ട്. ഡിയർ അസർ, നീ പലരെയും പ്രേമി
പ്രേമിച്ചു എടാ 10ാം ക്ലാസ്സിൽ നീ പലരെയും പ്രേമിച്ചോ പക്ഷെ ആരും നിന്റെ വലയിൽ വീണില്ല പാവം അവരെ ആരും നീ മറക്കില്ലെന്നറിയാം അതുപോലെ തന്നെ എന്നെയും ഒരു സുഹൃത്തായി കണ്ട് നീ മറക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്നേഹപൂർവ്വം ജെയിൻ തോമസ് സൈൻ അപ്പ് ഫേസ്ബുക്കിന്റെ കാലമായിരുന്നു അടുത്തത് ഇതിന് ഫ്രണ്ട്സ് ബുക്ക് എന്നാ വിളിക്കുന്നത് ഇതൊക്കെ എനിക്ക് തോന്നണേ ഒരു കമ്പ്യൂട്ടർ തീമാണ് ഇൻസ്റ്റാഗ്രാം പോലും ഇല്ലടാ എനിക്കറിയാം അടുത്തത് അനീഷ് രവീന്ദ്രൻ നിക് നെയിം കള്ളപ്പന്നി കൊല്ലം പ്ലേയിങ് ഫുട്ബോൾ ജെയിൻ എഞ്ചിനീയർ ആവാനായിരുന്നു ആളുടെ ആഗ്രഹം മിനിക്കുട്ടി ടീച്ചറിനാട്ടോ ഇഷ്ടം റൊണാൾഡോ പഠിപ്പിച്ച ടീച്ചറാണ് എന്താ എഴുതിയിരിക്കുന്നത് ഡിയർ അസർ കാള പറ്റുന്ന കേൾക്കുമ്പോൾ കയറെടുക്കരുത് എന്ന സന്ദേശവും നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു എന്ന് കള്ളപ്പന്നി എല്ലാവരും പറഞ്ഞു തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഓക്കെ ഇതൊക്കെ ഒറ്റ ദിവസമായിട്ട് ഇത് എഴുതിയിരിക്കുന്നത്. ഇവർക്കൊക്കെ നിങ്ങൾക്ക് പ്രൗഡാണോ? അടുത്ത ആളുടെ നിക് നെയിം ആണ് കോഴിന്ന്. തസ്ലീമിന് പോലീസ് ആവണമെന്നായിരുന്നു. എന്തായി? അവൻ ദുബായിലോ അബുദാബിയിലോ എവിടെയാണ് പോലീസ് അല്ലേ? മിനിക്കുട്ടി ടീച്ചർ അത്ര പൊളിയാണോ? ആ ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കായിരുന്നു. ഡിയർ അസർ, യു ആർ ദ ബ്യൂട്ടിഫുൾ ബോയ് ഇൻ the world in your house only. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ബെസ്റ്റ് വിഷസ് ഇൻ SSLC 10A+. ഇവനുമായിട്ട് ഞാൻ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. ഇപ്പോഴും അവന്റെ ചങ്കാണ് ഗൈസ്. അഫ്സൽ എന്നാണ് അവൻ. പക്ഷെ അവൻ ഹസ്ബൻഡ് ആയിട്ടില്ല. ആവുമ്പോ അവൻ ഗുഡ് ഹസ്ബൻഡ് ആവുന്ന. പിന്നെ മെയിൻ സംഭവം പറഞ്ഞാൽ അവന് പോലും ഓർമ്മ കാണത്തില്ല എന്തൊക്കെ. സത്യം ഗുഡ് ഹസ്ബൻഡ് ആവണമെന്ന് അഫ്സലിനെ കാണുമ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട്. ബഷീറിനെ കേട്ടോ അവന് ഇഷ്ടം. ബുക്ക് മോദറില് ബാല്യകാല സഖി, റാഷിദ, അജ്മൽ, തസ്ലീം, അനീഷാണ് അവന്റെ ഫ്രണ്ട്സ്. ഞാൻ ഫ്രണ്ട്സ് അല്ലെന്ന് തോന്നുന്നു. ഇക്ബാൽ, ജലീൽ. ഇനി അടുത്ത എന്താ എഴുതിയിരിക്കുന്നത് വായിക്കാം. ഡിയർ അസർ, ഓ മൈ ബ്രോ, ആകാശത്തെ പറവകൾ കാതങ്ങൾ പറന്നകലുന്നത് പോലെ നമ്മുടെ ഒരു വർഷം കടന്നു പോയിരിക്കുകയാണ്. എന്നിൽ നിന്ന് നിനക്കേറ്റ ഓരോ ആഘാതങ്ങളും മർദ്ദനങ്ങളും എന്റെ മനസ്സിൽ നിന്ന് പൊഴിഞ്ഞകലുന്ന സ്നേഹത്തിന്റെ മുത്തുമണികളാണ്. ഇതെല്ലാം ഏറ്റുവാങ്ങുമ്പോൾ നീ ഓർക്കണം, ഇതെല്ലാം നിന്റെ കയ്യിലിരിപ്പിന്റെ ബലങ്ങളാണെന്ന്. എന്താ കരിക്കിരുവിള KKV എന്ന് പറയുന്നതിൽ ഭയങ്കര പ്രൗഡായിരുന്നു പണ്ട് തൊട്ട് ഇപ്പോഴും. അടുത്തത് പാർവതി. ഇത് വേറെ പാർവതി കേട്ടോ. അല്ല, ഇത് നിക് നെയിം ഇല്ല. പാർവതിക്ക് ഡോക്ടർ ആവണം എന്നാണ് ആഗ്രഹം. എന്തായെന്നൊന്നും അറിയാൻ വയ്യ. റോൾ മോഡൽ അങ്ങനെയൊന്നും ഇല്ലാന്ന്. അതോ ഒതല്ലോന്നാണോ ഉദ്ദേശിച്ചത്? ആണല്ലേ. Dear Asar, friendship is not a history to forget. It is not a mathematics. ഇത് Google not a mathematics to care, but it is a chemistry which react with our hearts. God bless you for. എല്ലാവരും SSLCക്ക് നല്ല മാർക്ക് ഉണ്ടാവണം എന്നാട്ടോ പറയുന്നത്. അന്നു അറിയോ? കോണ്ടാക്ട് എന്തോ ഇത് വീട്ടിലെ നമ്പറാണോ കൊടുത്തിരിക്കുന്നത്? April 1 ബർത്ത്ഡേ. ഫണ്ണായിട്ട് കൊടുത്തായിരിക്കും. ഓ, അംബിഷൻ ടു ബിക്കം ഡാഷ് ഡാഷ് ഡാഷ്. എടാ അന്ന് ദൃശ്യം ഇറങ്ങിയിട്ടുണ്ടോ? അപ്പൊ നീ 10 പഠിക്കുമ്പോഴാണ്. അപ്പൊ ഞാൻ അത്ര ചെറുതാണ് ദൃശ്യം ഇറങ്ങുമ്പോ. വേനൽക്കാലത്ത് പൂക്കളല്ല പൂക്കളിലെ ഇതളുകളാണ് കൊഴിയുന്നത്. ഇത് നമ്മുടെ മിഥുനാണ്. മിഥുൻ ഇപ്പൊ ജർമ്മനിയിലാണ്. അതുപോലെ തന്നെ വന്നു ഗൈസ്. അവന്റെ അംബിഷൻ പണ്ടേ ഹൈ സാലറി ജോബ്. ഹൈ സാലറി അവൻ ജയിച്ചു ഗൈസ്. പണ്ടേ തീരുമാനിച്ചായിരുന്നു തോന്നുന്നു. നെടുമ്പനുള്ള പയ്യനാണ് നമ്മുടെ. പൂക്കളെ സ്നേഹിച്ച് വണ്ടറിയുന്നുണ്ടോ? അത് കവിതയുടെ പേരാണോ? ഇവൻ സ്വന്തം എഴുതിയതാണോ? ഇത് ഒട്ടും സമയമില്ലാത്ത ഏതൊരു വ്യക്തി. അജേഷ് എന്നാണ് അവന്റെ പേര്. ബാവ എന്നാണ് അവനെ വിളിച്ചോണ്ടിരുന്നത്.
നമ്മളൊരു ഫ്രണ്ടാണ്. ഓർമ്മയുണ്ട് എവിടെയൊക്കെ വെച്ച് ഇപ്പം ഒന്നും എഴുതിയില്ല കേട്ടോ, അവൻ ചുമ്മാ. അജേഷിനെ ഈ ഇടയ്ക്ക് ഞാൻ എവിടെ വെച്ച് കണ്ടായിരുന്നു ഗൈസ്, എവിടാന്ന് ഞാൻ നല്ല മറന്നു. ഏതോ കല്യാണത്തിന് കണ്ടതാ കേട്ടോ. ഓ IAS ഓഫീസർ. അടുത്ത നമ്മുടെ ഫ്രണ്ടായിരുന്നു. IAS ഓഫീസർ ആണെന്നാണ് ആഗ്രഹം. വീടിന് അപ്പുറത്താണ്. അടുത്ത നമുക്ക് ചുരുങ്ങിയ സമയമുള്ള കേട്ടോ, എല്ലാരെയും നമുക്ക് ഓടിച്ചു. നവീനാർ എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്. ഓ ഇതില് നിന്റെ പേരുണ്ടോ? ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഞങ്ങളായിരുന്നു ഒരു ഗ്യാങ്. ഇപ്പോഴും മറൈൻ എഞ്ചിനീയറിംഗ് ആയിരുന്നു ആഗ്രഹം. എന്ത് പഠിച്ചത് ഇപ്പൊ അതാ കണ്ടാന്ന് തോന്നുന്നു. അവൻ എന്തോ ടെക്നോ പാർക്ക് ആ രീതിയിൽ അവൻ എന്തോ ഇതല്ല മറൈൻ വാട്ടർ എഞ്ചിനീയറിംഗ് അല്ല. You are one of my best friends, so my friend dream big, get what you. ഇതൊക്കെ അവന്റെ ഉള്ളിൽ നിന്ന് വന്നേട്ടാ, ഗൂഗിൾ അല്ല. പിന്നെ ഗീതു ഷാനവാസ്, എനിക്ക് ഓർമ്മ പോലും. ഗീതുടെ അല്ല ഒരു കോമഡി ഉണ്ട്, നിക് നെയിം കൊടുത്തിട്ട് കുഞ്ഞി കിളി, എന്നിട്ട് സൈഡില് വിളിച്ച് കളിയാക്കല്ലേ. രാംചരൺ രാംചരൺ തേജയുടെ ഏറ്റവും ബിഗ് ഫാൻ ആയിട്ടുള്ള ഒരുത്തനാണ് സുബിനസ്. അവൻ ഭയങ്കര ജിമ്മാണ്. അവൻ വെള്ളം മാത്രമേ, അവന് വെള്ളം മതി, എപ്പോഴും വെള്ളം. അംബീഷനെ സ്റ്റണ്ട് മാസ്റ്റർ എവിടാണോ എന്തോ. ഗൈസ് എന്തായാലും നാളെ ഞാൻ ഇതിനകത്ത് നിന്ന് കുറച്ചുനേരം ഫോൺ നമ്പറൊക്കെ വിളിക്കും. മിക്കവാറും ഒന്നും കിട്ടാൻ ചാൻസ് ഗവൺമെന്റ് എംപ്ലോയി ആണോ? അല്ലല്ല, ഓർമ്മ ഉണ്ടെന്നേ ഉള്ളൂ, എനിക്ക് എന്താണെന്ന് അറിയാൻ വയ്യ. റോൾ മോഡൽ മൈ പാരന്റ്സ്. സുബിൻ സ്റ്റാൻലി. സുബിൻ സ്റ്റാൻലി രണ്ടുതവണ എഴുതിയ ഓർമ്മയുണ്ട്. പക്ഷെ ഇപ്പൊ ടു ബിക്കം എഞ്ചിനീയറായി കാണുമായിരിക്കും. ഫോട്ടോഗ്രാഫ് എഴുതിപ്പിച്ചിട്ട് ഇത് വീട്ടിൽ വന്നിരുന്ന് വായിക്കുക എന്തൊരു ഇൻട്രസ്റ്റ് ആണ്. ഗേൾസിനൊക്കെ കൊടുത്തിട്ട് നമ്മള് വീട്ടിൽ വന്നിരുന്ന് വായിക്കും അവരെന്തായാലും എഴുതിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ്. അടുത്തൊരു പെങ്കൊച്ചുണ്ട് തസ്ലീന. തറകൾക്ക് പ്രവേശനമില്ല അതുകൊണ്ട് പറയൂലെന്ന്. ഹോം കോണ്ടാക്ട് വേണ്ട മോനെ എന്നിട്ട് സൈഡിൽ കൊടുത്ത്. ഇമെയിൽ ID ഞാൻ ആ ടൈപ്പ് അല്ലാന്ന്. ബ്ലഡ് ഗ്രൂപ്പ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തേക്കോ. അംബീഷൻ ടു ബിക്കം എ ഗുഡ് വൈഫ്. നോക്ക് ഇവൾക്കും ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നേ. സ്പോർട്സ് ആൻഡ് സ്റ്റാർ മൈ ഹസ്, സോങ്സ് ആൻഡ് സിംഗർ മൈ ഹസ്. ട്രെൻഡിങ്ങിലൊക്കെ ആയിരിക്കും. ആക്ടർ ആൻഡ് ആക്ട്രസ് ഫേവറേറ്റ് മീ ആൻഡ് മൈ ഹസ്. എന്തുവാണ് ഇതൊക്കെ? മൂവീസ് ആശിക്കിട്ടു കേട്ടോ. മൗത്ത് ലുക്കിംഗ് സ്ലീപ്പിംഗ്. അന്നത്തെ വേർഡ് മൗത്ത് ലുക്കിംഗ്. നെക്സ്റ്റ് ഇതെന്തോ ദ ബെസ്റ്റ് മങ്കി ഇൻ അവർ ക്ലാസ് ഈസ് അസർനിസം. കൊള്ളാടി. കാവ്യ എഞ്ചിനീയർ ആവണ ഒരു നോർമൽ പെൺകുട്ടിയാണ്. മിഷാൽ, ഇദ്ദേഹം ഇപ്പോ ടൊയോട്ടയിൽ വർക്ക് ചെയ്യാണ്. നമ്മുടെ അംബീഷൻ ഡോക്ടർ. അതെല്ലാവർക്കും ഡോക്ടർ എഞ്ചിനീയർ ഒക്കെ. നമ്മുടെ വണ്ടി ഇപ്പൊ നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന അവനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഹോബീസ് വായ്നോട്ടം. നമ്മുടെ ഒരു നാട്ടുകാരനും കൂടിയാണ് കേസ്. കണ്ണനല്ലൂരുള്ള അവന്റെ ഇതുണ്ടോ അത് അവൻ തന്നെ ആ സമയത്ത് ഇട്ട നിക് നെയിം ആണെന്ന് തോന്നുന്നു. അടുത്ത സഞ്ജു കേറ്റി. സയന്റിസ്റ്റ് ആണെന്നായിരുന്നു ആഗ്രഹം. സഞ്ജു കേറ്റി ഇപ്പൊ ടീച്ചറാണ്. അതെ എന്താ അവനിപ്പോ ടീച്ചറായിട്ട് ട്യൂഷൻ സെന്ററിലും പഠിപ്പിക്കുന്നു, സ്കൂളുകളിലും പഠിപ്പിക്കുന്നു. അടുത്ത അനൂപ് യു. IAS ആണ് മോഹം. വല്ലപ്പോഴും ഓർക്കണം. ഓർത്തിരിക്കുന്നു, ഇപ്പൊ ഓർത്തിരിക്കുന്നു, വല്ലപ്പോഴും ഓർത്താ പോരെ. അന്നൊന്നും പിന്നെ ഒന്നും ഇല്ലല്ലോ, ബോഡി ഷേമിംഗ് ഒന്നും ഇല്ല. അതുകൊണ്ട് സ്വയം അവൻ എല്ലാരും കരിന്ന് വിളിക്കുന്നതുകൊണ്ട് അവന് കുഴപ്പമില്ലായിരുന്നു. അംബിഷൻ ആക്ടർ. അതുല്യ PS എനിക്ക് ഓർമ്മയുണ്ട്. ജേർണലിസ്റ്റ് ആയിരുന്നു ആഗ്രഹം. നിക് നെയിം പറയില്ല. ഓക്കെ, വായിക്കണ്ട. രേഷ്മരാജ് നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു കേട്ടോ. പാസ്റ്റ് ആട്ടോ കോമ്പസ്. ഇപ്പൊ ഒരു ബന്ധമില്ല, ഒരു കമ്പനി ഇല്ല. എല്ലാരും കല്യാണം കഴിഞ്ഞപ്പം ബിസിയായി എല്ലാരും. അതാട്ടോ അവളുടെ ഫേവറേറ്റ് സോങ്. അടുത്ത അനന്ത് എസ് കുമാർ. മനു ഓർ നന്ദു. നത്തിങ്, അംബീഷനേ ഇല്ല. ഉപ്പുലാനിയിൽ നിന്ന് ഉപ്പ് വേർതിരിക്കാനും ഒരു പക്ഷെ ജലത്തിൽ നിന്നും ഹൈഡ്രജനും ഓക്സിജനും എന്നാൽ നിന്നോടുള്ള സ്നേഹം എന്റെ മനസ്സാകുന്ന അധികാരത്തിൽ നിന്ന് ഒരിക്കലും വേർതിരിക്കാനാവില്ല. ലവ് പ്ലസ് ട്രൂ പ്ലസ് പവർ പ്ലസ് എനർജി. ഗുഡ് ഫ്രണ്ട്. അനന്ത് എസ് കുമാർ ആരായിരുന്നു? അനന്ത് എസ് കുമാർ എനിക്ക് അവനും ഇപ്പൊ സാറാ. അവനിപ്പോ സഞ്ജുവിന്റെ കൂടെ പഠിപ്പിക്കുക. അടുത്ത റാഫി.
കണ്ണാലൂരുള്ള ഡോക്ടർ ആവണമെന്നാ, പക്ഷെ ഹോബി വായിന്നോട്ടോ കേട്ടോ. ഇവരുടെയൊക്കെ എല്ലാരും വായിന്നോട്ടോ എഴുതിയിരിക്കുന്ന ഹോബി പറയത്തില്ല. അംബീഷൻ എന്താന്ന് പറയാ ആര്യയുടെ ടു ബിക്കം എ ഗുഡ് വായിന്നോക്കി ഡെന്റിസ്റ്റ് എല്ലാം ആയോന്നാവോ. കല്യാണം നമ്മളോട്ട് നല്ല കമ്പനി ആയിരുന്നു. സഖില എൽ സജീവ്. സഖില എൽ സജീവ് +2 എന്റെ കൂടെ പഠിച്ചതാ. ആണോ? ഇവളാണെങ്കിൽ +2 കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കല്യാണത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ ഈ ഫ്രണ്ട്ഷിപ്പിനോട് ഇഷ്ടമില്ല താല്പര്യമില്ല ഇവളുടെ അടുത്ത്. കാരണം ഇവളെ ഞാൻ ഒരു ദിവസം വെച്ച് കണ്ടടി, അപ്പൊ ഇവളെന്റെ അടുത്തേക്ക് പേരെന്തുവാ, അങ്ങനത്തെ ഒരു പെണ്ണിനെ എനിക്ക് വേണ്ട. അമൽ രാജിന് മെന്റൽ ഡോക്ടർ ആവാനായിരുന്നു ആഗ്രഹം. മെന്റലിന്റെ സ്പെല്ലിംഗ് തെറ്റാട്ടോ മെന്റൽ ഡോക്ടറിന്റെ. ഡിയർ അസർ, എന്റെ കസറേ, എന്നും ഉദിക്കുന്ന സൂര്യൻ ഒരു ദിവസം ഉദിക്കാതിരുന്നാൽ ലോകം മുഴുവൻ ഇരുട്ടിലാകും. അടുത്തതായി നമ്മുടെ നെസ്ലിൻ നിസാർ. ബുക്കിന്റെ പകുതി എത്തിയട്ടോ, അതുകൊണ്ട് ഇവിടെയും അഫ്സൽ നിസാർ നമ്മുടെ അച്ചുകുട്ടൻ തിരിച്ചു വയ്ക്കാം. നെസ്നി നിസാർ. നെസ്നിത്താക്ക് അങ്ങനെ അംബീഷൻ ഒന്നും ഇല്ലായിരുന്നു, എല്ലാം പോയി മോനെന്ന് എഴുതിയിരിക്കുന്നത്. ടി വി കാണലുള്ളു ഹോബി. ഫ്രണ്ട്സ് PR² AN, അതായത് പി വെച്ചൊരു പേര് 6. റോൾ മോഡൽ വാപ്പുപ്പയാട്ടോ. അവർ വാപ്പ ഞങ്ങടെ ഗുഡ് ബോയ് ഇൻ ദ വേൾഡ്. ഗൈസ് ഇതിൽ കുറെ കോമഡി സാധനങ്ങളുണ്ട്. അബൌട്ട് മൈസെൽഫ് ഗുഡ് ബോയ് ഇൻ ദ വേൾഡ് എന്നാണ്. മെമ്മറീസ് ഫോർ എവർ പോടാത്. മൈ ഫേവറേറ്റ് ചേട്ടാ ചേട്ടാ. അഫ്സൽ നിസാറിന്റെ നിക്നെയിം സോഡിയാക് സൈൻ. എന്തിനാന്ന്? അംബിഷൻ ടു ബിക്കം ആൻ IPS. ഇവര് പോലീസ് ആവാനായിരുന്നു ആഗ്രഹം. റോൾ മോഡൽ 4 സ്റ്റാറോ? ആഗ്രഹിക്കുന്ന ചിലവില്ലല്ലോ. റോൾ മോഡല് സ്റ്റാർ 4 സ്റ്റാർ. എനിക്ക് തോന്നുന്നു IPSന്റെ ചിഹ്നമായിരിക്കും. നന്ദു കൃഷ്ണൻ യൂണിവേഴ്സോ? അതെന്താ അംബീഷന്? യൂണിവേഴ്സ്, ബിക്കം എ യൂണിവേഴ്സ്. ഇവൻ റോക്കി ബൈഡാണ് വെറൈറ്റി തന്നെ. അടുത്ത വൈകി സുരാജ് എസ് പിള്ള എന്റെ ഫിസിക്സ് സാറായിരുന്നു. അദ്ദേഹം പക്ഷേ ഫിസിക്സ് സാറ് പ്രിയപ്പെട്ട അസർ കുസറിന്റെ എഴുതിയിട്ടൊക്കെ നിർത്തിയതോടെ ഉറങ്ങിപ്പോയാ. പിന്നെ ഒപ്പിട്ടായിരുന്നു അത്ര എഴുതിയിട്ടൊക്കെ ഒപ്പിട്ട് ഇടക്കിടക്ക് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. ആ സാർ ഉള്ളതുകൊണ്ടാണ് എനിക്ക് 10ാം ക്ലാസ് ഫിസിക്സിന് A+ കിട്ടിയത്. നബീൽ കുട്ടപ്പൻ എന്നാണ് പേര്. നബീൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാനാണ് ആഗ്രഹം. ഫേവറേറ്റ് ബുക്ക് ഇവനാണ്. സത്യം പോലെ എഴുതിയിരിക്കുന്നത്. ബാലരമയാണ് എന്റെ ഫേവറേറ്റ് ബുക്ക്. അതെനിക്ക് ഇഷ്ടമായി. തസ്നി, നമ്മുടെ തസ്നിയാണ്. തസ്നി തട നോക്കാം. എനിക്ക് ചന്ത നീ ഇത്ത എന്ന് വിളിച്ചോ. ചന്ത എന്നാണ്. നീ ഇത്ത എന്ന് വിളിച്ചോ. ഹോം ഒന്നും അറിയാത്ത പോലെ. കോണ്ടാക്ട് ഒരു പെങ്ങളോട് ഇമെയിൽ ഐഡി. സ്വന്തമായി ID ഇല്ല. പിന്നെ ബർത്ത്ഡേ ശനിയാഴ്ച. സോഡിയാക് സൈൻ പ്ലസ്. ബ്ലഡ് ഗ്രൂപ്പ് A+ ഡൊണേറ്റ് ചെയ്യാൻ A പോസിറ്റീവ് ബ്ലഡ് ചെയ്യാൻ താല്പര്യമില്ല. അംബീഷൻ നമ്മുടെ കുടുംബത്തിൽ ഒരു കുഞ്ഞിക്കാല് കാണണം. നീ സാധിച്ചു തരുമോ? നിനക്ക് നോട്ട് ഫോർ. മനസ്സിലായില്ല. അതായത് ഞാൻ കല്യാണം കഴിച്ച് എനിക്കൊരു കുഞ്ഞുണ്ട്. ഓ അങ്ങനെ. ഹോബീസ് ഉറക്കം. 2014 ഉറക്കം ചെലപ്പോന്ന് വെച്ചാൽ ഓക്കെ. ടീച്ചേഴ്സ് ഓന്തോ സിംസു സരസു. റോൾ മോഡൽ കുംഭകർണൻ. ഉറങ്ങാൻ അത്ര ഇഷ്ടമാണോ തസ്നിക്ക്? ഡിയർ അസ്രു, ഇത് വരെ എനിക്ക് വച്ച പാരകൾക്കും വേടാ എന്ത് ഇഷ്ടനാടാ. ഇനി വെക്കാനുള്ള പാരകൾക്കും ഞാൻ എന്റെ ഹൃദയത്തിന് അടിത്തട്ടിൽ നിന്ന് നന്ദി പറയുന്നു. ആരൊക്കെ പിരിഞ്ഞുപോലും നീ എന്നെ വിട്ട് പോകില്ലെന്ന ബോധ്യം ഉള്ളത് കൊണ്ട് അതെന്റെ വിധിയാണെന്നോർത്ത് സമാധാനിക്കുന്നു. ആ പൊട്ടന്മാരുമായുള്ള നിന്റെ കൂട്ടുകെട്ട് കൂടുതൽ വഷളാക്കുമെന്ന് ഓർമ്മിച്ചോണ്ട് എന്റെ ലേറ്റസ്റ്റ് കവിത സമയം കിട്ടുമ്പോൾ എഴുതി തരാം. അടുത്തതായി നമ്മുടെ സോഷ്യൽ സയൻസ് പഠിപ്പിച്ച ടീച്ചറാണ് വത്സല. വടുതല വത്സല. ഇത്ര ഫണ്ണി ടീച്ചറാണോ നിനക്ക്? ഡിയർ അസ്രു, തീരവും കാലവും ആരെയും കാത്തു നിൽക്കാറില്ല. അംബീഷൻ കഴിഞ്ഞുപോയി. റോൾ മോഡൽ ഗാന്ധിജിയാണ്.
പാവം ടീച്ചർ. രേഖ ടീച്ചറാണോ നമ്മുടെ? ഡിയർ അസർ, ഐ വോണ്ട് ഫോർഗെറ്റ് യുവർ എവർ ചേഞ്ചിങ് മൂഡ്സ്, യുവർ ഉണ്ടക്കാട്ട് കൊണ്ടുള്ള നോട്ടോ. എടാ, ഇവന്റെ ഇപ്പോഴത്തെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഗൈസ് രേഖ ടീച്ചർ. അന്നും എന്നും നമ്മൾ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട് രേഖ ടീച്ചർ. രേഖ വി. അജിത്ത് എന്ന് പറയാൻ നമ്മുടെ പപ്സ് എന്നാണ് അവനെ വിളിക്കുന്നത്. അവന് 3-4 ബേക്കറി ആയിട്ട് അവന് അടിപൊളിയായിട്ട് ജീവിക്കുന്നു. അവന്റെ അച്ഛന് ഗ്രേറ്റസ്റ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ബേക്കറി ഞങ്ങളുടെ സ്കൂളിനടുത്തും എന്റെ കണ്ണനിൽ എന്റെ നാട്ടില് ലേറ്റസ്റ്റ് ബേക്കറി, അങ്ങനെ 3-4 ബേക്കറി ഇപ്പൊ അവൻ വെൽ സെറ്റിൽഡ് ആയിരിക്കും, ബിസിനസ്സാണ്. പക്ഷെ അവൻ പഠനത്തിൽ ഇത്തിരി മോശമായിട്ട് എപ്പോഴും സാറന്മാരെല്ലാം കുറ്റപ്പെടുത്തുമായിരുന്നു. അപ്പൊ ആ സാറന്മാരെ കാട്ടിലും പൈസ ഉണ്ടാക്കുന്നുണ്ടോന്ന് തോന്നുന്നു. ഒരു കാറ്റിലും കോലിലും ഉലയാത്ത ഷിപ്പാണ് ഗൈസ് ഫ്രണ്ട്ഷിപ്പ്. അനിത മേരി AS, ഇത് ഏതോ ടീച്ചറാ. ബെസ്റ്റ് വിഷസ് അമിത മേരി. റോസമ്മ ബാബു, ഇത് ഞങ്ങളുടെ ഹിന്ദി ടീച്ചറായിരുന്നു. ഹിന്ദി ടീച്ചറിന്റെ ആ ഒരു വരി ഞാൻ വായിക്കാം. അജൽ രഹാ ജോ അപ്നെ പദ് പർ. അന്ന് എന്നെ കൊണ്ട് ഇത് പാടിപ്പിച്ച് ക്ലാസ്സിൽ. अजल रहा जो अपने पथ पर लाख मुसीबत आने में मिली सफलता जग में मुझको जीने में मर जाने में. അർത്ഥം അറിയാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അനൂപ് അനിൽകുമാർ. വിരാട് എന്നാണോ അവനെ വിളിക്കുന്നത്? ഫുട്ബോൾ പ്ലെയർ ആവാനാണ് ആഗ്രഹം. പക്ഷെ വിരാട്ടാ. അതെ അതെ അതെ. I wish you life that's ജീവിതം ലഭിക്കാൻ എന്റെ എല്ലാ ഞാനും ഇതിന് എപ്പോഴും ഇവരെ കളിയാക്കായിരുന്നു. അവൻ നടന്നു വരുമ്പോഴേ ഞങ്ങള് BJP എടുത്തു. ആ ഒരു പാവപ്പെട്ട അവന്റെ കൈ ഇത്ര ഉണ്ട്, അവന്റെ കൈപ്പത്തി. ഇതെന്താ അറിയോ, ഇതിപ്പോ സംഭവിച്ച 2 മണിക്കൂർ മുന്നേ 3 സ്റ്റിച്ച് സംഭവം. ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും, പോയി കാണണം. കാണുമ്പോൾ ചിരിക്കുന്നതല്ല, കാണാതിരിക്കുമ്പോൾ ഓർക്കുന്നതാണ് ഫ്രണ്ട്ഷിപ്പ്. മൺഡേ, ട്യൂസ്ഡേ, വേസ്റ്റ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സാറ്റർഡേ. എത്ര കാലങ്ങളും വർഷങ്ങളും കടന്നാലും നിന്നെ മറക്കില്ല. റോൾ മോഡൽ സച്ചിൻ ടെണ്ടുൽക്കർ. വിപിൻ രാജ്. ഒംബീഷിന് അങ്ങനെയൊന്നും ഇല്ല. എന്തെങ്കിലും ഇവനൊരു ബാക്ക് ബെഞ്ചർ ആയിരുന്നോടാ. ഹാൻഡ് റൈറ്റിംഗ് ഫസ്റ്റ് ഓഫ് ഓൾ ഐ വിൽ യു, നമ്മൾ തമ്മിൽ ഒരു വർഷത്തെ പരിചയമേ ഉള്ളെങ്കിലും നീ എന്റെ നല്ല സുഹൃത്തുക്കളിൽ ഒരാളാണ്. നമുക്ക് ചുറ്റുമുള്ള മതിലുകൾ വെട്ടിപ്പൊളിച്ച് നമുക്ക് മുന്നോട്ട് പോയി വിജയം സംഹരിക്കാം എന്ന് സ്വതം വിപിൻ രാജ്. ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേ ഒരു ബാക്ക് ബെഞ്ചർ ആയിരിക്കുന്നു. അജ്മി ജലാൽ ഞങ്ങളുടെ ക്ലാസ്സിലെ മെയിൻ ആയിരുന്നു. അംബീഷൻ അയ്യ ഞാൻ ആ ടൈപ്പല്ല. ഹോം ലൗഡെയിൽ 2nd സ്ട്രീറ്റ്, സെന്റ് ഫ്രാൻസിസ്കോ, ലണ്ടൻ. ഫ്യൂച്ചർ അഡ്രസ് ഉണ്ട്. ഇപ്പൊ എവിടെയാണ്? അവളുടെ അനിയത്തി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ഈടക്ക് എനിക്ക് മെസ്സേജ് അയച്ചു. റോൾ മോഡൽ മൈ പാരന്റ്സ്. നല്ല കുട്ടിയാണ്, നല്ല പഠിപ്പിയായിരുന്നു. This autograph is first to say thank you for coming to my life and boring my true friend. Being all the best. ഭാവിയിൽ നമ്മുടെ 10C കുറിച്ച് ഓർക്കുകയാണെങ്കിൽ എന്നെ ആ കൂട്ടത്തിൽ ഓർക്കണേ. നിന്റെ കല്യാണം എന്നെ അറിയിക്കണം. അറിയിച്ചായിരുന്നു, എന്തോ മറന്നു. രാഹുൽ കൃഷ്ണൻ SM എന്റെ ഒരു ബെസ്റ്റ് ഗുഡ് ഫ്രണ്ട് ആയിരുന്നു. പക്ഷെ ഇപ്പൊ കോണ്ടാക്ട് ഇല്ല. നല്ലൊരു കൂട്ടുകാരൻ. MBBS ആയിരുന്നു പയ്യന്റെ ആഗ്രഹം. ഭയങ്കര അവനെ കാണുമ്പോ എനിക്ക് അവനെ ഓർമ്മ. നമ്മുടെ മറ്റേ റോമയുടെ സിനിമയിലെ അതുപോലെ കന്നഡ വെച്ച അതുപോലെ ഒരു ഇംഗ്ലീഷ് ഹോളിവുഡ് ടച്ച് ഉള്ള ഒരു സുന്ദരൻ ഒരുത്തനായിരുന്നു. ഭയങ്കര ഹോളിവുഡ് സിനിമ അല്ലല്ല പഠിപ്പിയല്ല, പക്ഷെ അവൻ പഠിക്കുകയൊക്കെ ചെയ്യും, ഉഴപ്പമല്ല. പക്ഷെ അവന് ഹോളിവുഡ് സിനിമ അങ്ങനെയൊക്കെ ആയിരുന്നു ഭയങ്കര ഇഷ്ടം. പക്ഷെ അവന്റെ ടേസ്റ്റിനുള്ള ആരും നമ്മുടെ ക്ലാസ്സിലില്ലായിരുന്നു. മാസൻ റാസ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, തിരിച്ചിട്ട് നോക്ക്. പ്രിയപ്പെട്ട അസർ, ഞങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും മൂത്തത് ഇക്കാണല്ലോ. ഇത് ഓണേഴ്സ് ഓട്ടോഗ്രാഫ് ആണ്. ഇത് അലൻഷ കൊച്ചാപ്പടമോൻ. കൂടെ വായിക്കാം നമുക്ക്. അതെവിടെ നീ വായിച്ചത്? ബൈ യുവർ ബ്രോ അലൻഷ. ഞങ്ങളെ പക്ഷേ ഇത് എന്റെ ഹാൻഡ് റൈറ്റിംഗ്.
പ്രിയപ്പെട്ട അസറിക്കാക്ക്, ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും മൂത്തത് ഇക്കയാണല്ലോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്റെ അസറിക്കായാണ്. ഞാൻ ചോദിക്കുന്ന എന്തോ അസറിക്ക തരല്ല. അയ്യോടാ നല്ലോണം പഠിക്കണം എന്ന് അസറോടൊക്കെ. അതിനോടൊപ്പം ഇക്കയുടെ പടം വരക്കൽ കഴിവും വളർത്തണം. വൺസ് അഗെയിൻ ഐ ലവ് യു ഇക്ക എന്ന് അക്കുക്കുട്ടൻ. അംബീഷൻ സിവിൽ IPS IAS ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അവൻ മെക്കാനിക്കലാണ്. റോൾ മോഡൽ മൈ ഫാദർ സർബത്ത്. സർബത്ത് ഷമീർ എന്നങ്ങാണ്ടായിരുന്നു. ഷമീം എന്നാണ് കൊച്ചാപ്പയുടെ പേര്. സർബത്ത് ഷമീർ. സർബത്ത് ഷമീർ പോലീസ് അല്ലേ? അങ്ങനെ അതുകൊണ്ട് സർബത്ത്. ആട് സിനിമ അന്നിറങ്ങിയ എന്തുവാണ് ഇതൊക്കെ? ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ. ഇത് നീ കട്ട് ചെയ്ത് കളഞ്ഞാണോ എന്തോ? അതേന്ന് തോന്നുന്നു കണ്ടിട്ട്. ഗൈസ്, അപ്പം ഇതായിരുന്നു എന്റെ ഓട്ടോഗ്രാഫ്. തിരിച്ച് പിന്നെ ഇപ്പുറത്ത് ഇവിടെയും KUSഉം P ഒക്കെ ഉണ്ട് കേട്ടോ. അതിന് ഞാൻ പിടിക്കുന്നുണ്ട്. ഗൈസ്, അപ്പോൾ ഇതായിരുന്നു എന്റെ ആ ഒരു നൊസ്റ്റു അടിച്ച എന്റെ ഓട്ടോഗ്രാഫ്. അന്ന് ഞാൻ ഏറ്റവും കൂടിയത്, അതായത് എല്ലാരും 100 രൂപയുടെ ഓട്ടോഗ്രാഫ് ഇടുമ്പോൾ ഇതിന് 400 രൂപ എന്തോ ആയിരുന്നു. 400 300 രൂപ. എന്റേത് എന്തായിരുന്നു അറിയോ? പ്രേമം സിനിമയില്ലേ, അതിന്റെ തീമായിരുന്നു. എല്ലാരും ഇങ്ങനെ തുറക്കുന്നില്ലേ? എന്റേത് ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള, അതായത് എനിക്കൊരു വെറൈറ്റി ഓട്ടോഗ്രാഫ് അന്ന് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാരും പോലെ ആവരുത്. അതിപ്പോഴും എനിക്ക് അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ അന്ന് ഞാൻ ഇങ്ങനെ ആയിരുന്നു. സോ എനിക്ക് ഇപ്പോഴും ഞാൻ സൂക്ഷിക്കുന്നു. എൻ്റെ ഇതിനകത്ത് ഞാൻ പറഞ്ഞ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും ഞാൻ ഇതിൽ സ്മരിക്കുന്നു. ആരെങ്കിലും വീഡിയോ കാണുന്നത് എന്റെ ഓട്ടോഗ്രാഫിലേടാ. ഞാൻ സീനിയേഴ്സിനെ കൊണ്ടൊക്കെ എഴുതിപ്പിച്ചായിരുന്നു സ്കൂളിൽ വെച്ച്. എന്റെ എക്സ് ബോയ് ഫ്രണ്ടിന്റെ ഫോട്ടോ ഒക്കെ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആരോ ഇട്ടിട്ട് ഇത് ആരാന്നറിയോ എടോ ഡിഷ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടിലൻ വീഡിയോസ് വരുന്നതായിരിക്കും. ബൈ.